പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സുകളാണ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാര്യമാണ്. നമ്മൾ സാവന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുൽമേടുകൾ, ഉയരമുള്ള പുല്ലുകളെയാണ് ഗ്രാസുകളെയാണ് നമ്മൾ ഗ്രാസ് ലാൻഡ്സ് എന്നതുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടെമ്പറേറ്റ് റീജിയൻസിൽ ഉൾപ്പെടുന്ന ഗ്രാസ് ലാൻഡ്സ്. ടെമ്പറേറ്റ് റീജിയൻ എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലെയും സദേൺ ഹെമിസ്ഫിയറിലെയും ഒരു 30 ഡിഗ്രി മുതൽ ഏത് വരെയാണ്? നമ്മുടെ ഒരു 66.5 ഡിഗ്രി വരെയുള്ള പ്രദേശത്തെയാണ്. രണ്ട് ഹെമിസ്ഫിയറിലും ഈ 30 to 66.5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിൽ ഉള്ള ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും ഈ പറയുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. These grasslands are located in the both hemispheres at a latitudes between 40 degree and 50 degree. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ദീസ് ഗ്രാസ്ലാൻഡ്സ്, ഈ ഗ്രാസ്ലാൻഡ്സ് എവിടെയാണ്? ആർ ലൊക്കേറ്റഡ് ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ് അറ്റ് എ ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 40 and 50 ഡിഗ്രി. രണ്ട് ഹെമിസ്ഫിയറിലെയും 40 ഡിഗ്രികൾക്കും 50 ഡിഗ്രികൾക്കും ഇടയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടെമ്പറേറ്റ് റീജിയൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഇത്. ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 30 ഡിഗ്രി ടു 66.5 ഡിഗ്രി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെയാണല്ലോ ഈ 40 and 50 ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലാണ്. രണ്ട് ഹെമിസ്ഫിയറിലും ഉണ്ട്, ബോത്ത് ഹെമിസ്ഫിയേഴ്സിലും ഉണ്ട്. 40 and 50 വരുന്നത്. ഇത് ആൻഡ് ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് അറിയപ്പെടുന്നത്. ഡിഫറെൻറ്റ് റീജിയനിൽ ഡിഫറെൻറ്റ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് പഠിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് നെയിമായിരുന്നു ഗ്രാസ് ലാൻഡുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ സാവന്ന എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആഫ്രിക്കയിൽ എക്സാക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ ഗ്രാസ് ലാൻഡ് ആയിരുന്നു ശരിക്കും സാവന്ന. പക്ഷേ നമ്മൾ കോമൺലി സാവന്ന എന്ന് വിളിച്ചു. പക്ഷേ എല്ലാത്തിനും ഡിഫറെൻറ്റ് പേരുകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്ന് കോമൺലി വിളിക്കുന്നു, പക്ഷേ വേറെ വേറെ പേരുകളാണ്. നോക്കൂ, നോർത്ത് അമേരിക്കയുടെ ഭാഗത്ത് പ്രയറി എന്നാണ് അറിയപ്പെടുന്നത്. സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് പാമ്പാസ് എന്നാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയുടെ ഭാഗത്ത് വെൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ഡൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും നമുക്ക് കോമൺലി യുറേഷ്യ എന്ന് വിളിക്കാം. യുറേഷ്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ആ മിക്സ്ഡ് ആയി വരുന്ന സ്ഥലങ്ങളിൽ സ്റ്റെപ്പീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സമയം കളയാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏത് കോണ്ടിനെൻ്റാണ്, നെയിം ഓഫ് ദ ഗ്രാസ് ലാൻഡ് എഴുതാനുണ്ട് അല്ലേ? നോർത്ത് അമേരിക്കയിൽ പ്രയറീസ്, സൗത്ത് അമേരിക്കയിൽ പാമ്പാസ്, ആഫ്രിക്കയിൽ വെൽഡ്, ഓസ്ട്രേലിയയിൽ ഡൗൺസ്, യുറേഷ്യ അതായത് യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് സ്റ്റെപ്പീസ്. അപ്പം ഇങ്ങനെയാണ് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. സോ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ദെയർ ക്ലൈമറ്റ് കാരക്ടറിസ്റ്റിക്സ് ആർ ഓൾമോസ്റ്റ് സെയിം. ഈ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് അല്ലേ, പല കോണ്ടിനെൻറ്റുകളിലായിട്ടാണ് ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സുകൾ ഉള്ളതെങ്കിൽ പോലും അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓൾമോസ്റ്റ് എല്ലാ കോണ്ടിനെൻറ്റുകളിലും ഈ ഗ്രാസ് ലാൻഡ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് സെയിം ക്യാരക്ടറുകൾ തന്നെയാണ്, ഏകദേശം ഒരേ സവിശേഷതകൾ തന്നെയാണ്, ക്വാളിറ്റികൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്ന് വിളിച്ചത്. പല ഭാഗത്താണ്, പല കോണ്ടിനെൻറ്റുകളിലാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും പല ഭാഗങ്ങളിലും സെയിം ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മൊത്തത്തിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്ന് വിളിച്ചത്. എന്താണ് ഈ പ്രത്യേകതകൾ? എന്താണ് ഇവരുടെ? ഷോർട്ട് സമ്മേഴ്സ് ആൻഡ് ലോങ് വിൻറ്റേഴ്സ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഒരു പോയിന്റ് കിട്ടിയില്ലേ? എന്താണ്? ചെറിയ വേനലുകളും ചെറിയ സമ്മേഴ്സും വലിയ വിൻറ്റേഴ്സും. അതായത് സമ്മറിൻ്റെ മാസങ്ങൾ കുറവായിരിക്കും, വേനൽക്കാലം കുറവായിരിക്കും. അധികവും എന്തായിരിക്കും? വിൻ്റർ ആയിരിക്കും. അതായത് അധികവും തണുപ്പ് കാലങ്ങളായിരിക്കും. ഇനി അടുത്തത് എന്താണ്? ദീസ് റീജിയൻസ് എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചർ ഇൻ സമ്മർ ആസ് ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ഇൻറ്റീരിയർ ഓഫ് ദ കോണ്ടിനെൻറ്റ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നത് ഈ സ്ഥലങ്ങളിലെ കുറച്ചും കൂടെ ഇൻറ്റീരിയർ പാർട്ടുകളാണ്. അതായത് കോണ്ടിനെൻറ്റുകളിൽ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന, അതായത് കോസ്റ്റൽ റീജിയനിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് സമ്മറിൽ ഹൈ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യാറ്. സമ്മറിലല്ല, അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവും, പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുക കുറച്ചുകൂടെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്, ഏരിയകളിലേക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആവറേജ് വിൻ്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം 2 degree to 30 degrees Celsius.
നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ അവിടെ വിൻ്ററാണ്, തണുപ്പ് കാലമാണുള്ളതെന്ന് പറഞ്ഞു അല്ലേ. ഈ വിൻ്റർ ടെമ്പറേച്ചർ അവിടെ ആവറേജ് എത്രയാണ് ഉണ്ടാവാറുള്ളത്? 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് പോകാറുള്ളത്. ഇനി ഇവിടുത്തെ മഴ എന്താണ് നോക്കാം. റെയിൻഫോൾ ഹിയർ റേഞ്ചസ് ഫ്രം 25 സെൻറ്റിമീറ്റർ ടു 60 സെൻറ്റിമീറ്റർ. ഫ്ലക്ച്വേഷൻസ് ഇൻ ദ റെയിൻഫോൾ അവൈലബിലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ വെജിറ്റേഷൻ ഓൾസോ. അതായത് ഇവിടങ്ങളിൽ 25 സെൻറ്റിമീറ്റർ മുതൽ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ ഇടയിലാണ് ആനുവൽ റെയിൻഫോൾ കിട്ടാറുള്ളത്. അപ്പോൾ ഇത് തന്നെ എല്ലാ സ്ഥലത്തും 60 കിട്ടണമെന്നില്ല. ചില സ്ഥലത്ത് 25 മുതൽ 30 അങ്ങനെയൊക്കെ ആയിരിക്കും, ചില സ്ഥലത്ത് 60 വരെ കിട്ടും. അപ്പോൾ ഈ 25നും 60നും ഇടയിലാണല്ലോ ഈ പറയുന്ന റെയിൻഫോൾ അവിടെ കിട്ടുന്നത്. അഥവാ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, റെയിൻഫോൾ എല്ലായിടത്തും ഒരുപോലെയല്ല. അതനുസരിച്ച് തന്നെ ഈ റെയിൻഫോൾ കൂടുതൽ കിട്ടുന്ന സ്ഥലത്തും കുറച്ച് കിട്ടുന്ന സ്ഥലത്തും എന്തുണ്ടായിരിക്കും? കൂടുതൽ കിട്ടുന്ന സ്ഥലത്തിൽ ഉണ്ടാകുന്ന വെജിറ്റേഷൻസ് ആയിരിക്കില്ല കുറച്ച് ഉണ്ടാകുന്ന സ്ഥലത്ത്. അതായത് ഈ ഫ്ലക്ച്വേഷൻസ് റെയിൻഫോൾ അനുസരിച്ചിട്ട് നമുക്ക് എവിടെയും കാണാം. വെജിറ്റേഷൻസിൻ്റെ കാര്യത്തിലും അവിടെ ഉണ്ടാകുന്ന ചെടികൾ അല്ലെങ്കിൽ മരങ്ങളുടെ കാര്യത്തിലും കാണാം. ഡ്യൂ ടു ലെസ് റെയിൻ ട്രീസ് ആർ ഓൾസോ ഫ്യൂ. അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 60 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മഴയാണ്. അവിടെ മാക്സിമം കിട്ടുന്ന മഴ എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻലെസ് ആണെന്ന് നമുക്ക് പറയാം, മഴ കുറവാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ റെയിൻലെസ് എന്നല്ല, ലെസ് റെയിൻ. ഓക്കെ, റെയിൻലെസ് എന്ന് പറഞ്ഞാൽ മഴ തീരെയില്ല എന്നാണ് അർത്ഥം. ലെസ് റെയിൻ ആണ്, മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ട്രീസ് ആർ ഓൾസോ ഫ്യൂ. മരങ്ങളുടെ അളവ് എന്താണ്? മരങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. വെറൈറ്റീസ് ഓഫ് ഗ്രാസ് ആർ ജനറലി ഫൗണ്ട്. പകരം എന്താണ്? ഈ മരങ്ങൾക്ക് പകരം ഈ വെറൈറ്റി വ്യത്യസ്ത തരത്തിലുള്ള ഗ്രാസുകളാണ്, പുല്ലുകളാണ് കാണാൻ വേണ്ടി പറ്റുക. സിൻസ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ആർ നാച്ചുറൽ ഗ്രേസിംഗ് ലാൻഡ്സ്, മോസ്റ്റ് ഓഫ് ദ ഇൻഹാബിറ്റൻസ് ആർ ഷെപ്പേർഡ്സ്. അതായത് ഇവിടെ അധികവും എന്താണ്? ഈ ഗ്രാസ് ലാൻഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പുൽമേടുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു നാച്ചുറൽ ഗ്രേസിംഗ് ലാൻഡ്സ് ആണ്. എന്താണ് നാച്ചുറൽ ഗ്രേസിംഗ് ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു മനുഷ്യരുണ്ടാക്കിയതല്ല, സ്വാഭാവികമായിട്ട് പ്രകൃതിയിലുള്ള ഒരു മേച്ചിൽപ്പുറങ്ങളാണ്. ഗ്രേസിംഗ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ മേച്ചിൽപ്പുറങ്ങൾ. എന്താണ് മേച്ചിൽപ്പുറങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കന്നുകാലികൾക്കൊക്കെ പോയിട്ട് അവർ ഇഷ്ടാനുസരണം അവർക്ക് തോന്നിയ പോലെ എത്രയോ പുല്ലുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അവർക്ക് തോന്നിയ പോലെ മേഞ്ഞ് നടന്ന് പുല്ലുകൾ തിന്നാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സാധ്യത മനസ്സിലാക്കിയിട്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളിൽ അധികവും മോസ്റ്റ് ഓഫ് ദി ഇൻഹാബിറ്റൻസ്, ഇവിടങ്ങളിൽ താമസിക്കുന്ന അധികം ആളുകളും എന്താണ്? ഷെപ്പേർഡുകളാണ്. ഷെപ്പേർഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ഇടയന്മാർ എന്ന് നമുക്ക് പറയാം. ഇടയന്മാർ എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. Nowadays, grasslands are widely converted into agricultural lands. പക്ഷേ ഇപ്പോഴെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന വലിയ ഏക്കർ കണക്കിന് ഉണ്ടായിട്ടുള്ള ഈ ഗ്രാസ് ലാൻഡ്സ്, അതായത് ഈ കന്നുകാലികൾക്ക് മേഞ്ഞ് നടക്കാൻ പറ്റുന്ന ഈ പുൽമേടുകൾ, ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യാണ്? വലിയ വലിയ പ്രൈവറ്റ് കമ്പനികൾ എന്ത് ചെയ്യാണ്? ഈ ഗ്രാസ് ലാൻഡ്സിനൊക്കെ വെട്ടിയിട്ട് അവരെന്താക്കി മാറ്റി? അഗ്രികൾച്ചറൽ ലാൻഡ്സായിട്ട് മാറ്റിയിട്ടുണ്ട്, കൃഷിഭൂമിയാക്കി മാറ്റി. അത് ശരിക്കും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. നമ്മൾ കൃഷി എന്ന് മനുഷ്യൻ ആദ്യമായിട്ട് ലോകത്ത് ചെയ്തിട്ടുള്ള, ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള അൺനാച്ചുറൽ ആക്ടിവിറ്റിയാണ്. ആദ്യത്തെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഏതെന്ന് പറയാം? കൃഷി എന്ന് പറയാം, ഫാമിംഗ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ നാച്ചുറൽ ഭൂമിയിലെ നാച്ചുറൽ ആയിട്ടുള്ള ലാൻഡിനെ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഭൂമിയിൽ നാച്ചുറലി ഉണ്ടായി വരുന്ന ലാൻഡിനെ പിടിച്ചിട്ട് നമ്മൾ ഉഴുതുമറിച്ച് കൃഷിഭൂമി ആക്കി മാറ്റിയതാണ്. അത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നല്ല കാര്യമാണ് അല്ലേ. മനുഷ്യർക്ക് അതുകൊണ്ടാണ് കൃഷി ചെയ്തിട്ട് ഭക്ഷണം, ആഹാരം, ഫുഡ് ക്രോപ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. പക്ഷെ അത് ശരിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു അൺനാച്ചുറൽ ആക്ടിവിറ്റിയാണ്. നേച്ചറിന് വിപരീതം. നേച്ചർ എങ്ങനെയാണോ അതിൻ്റെ അതേപോലെ നിൽക്കുമ്പോഴാണ് നേച്ചർ ആവുക. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചെയ്ത കാര്യം അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ അത് ശരിക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് വാസ്റ്റായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിൽ എന്താക്കി മാറ്റി? അഗ്രികൾച്ചർ ലാൻഡാക്കി മാറ്റി. അത്രത്തോളം അഗ്രികൾച്ചർ ലാൻഡാക്കി മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് കമ്പനികൾ, പല പ്രൈവറ്റ് കമ്പനികൾ എന്ത് ചെയ്തതാണ്? അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പരിപാടികളാണ്. ഇപ്പോൾ കാനഡയിലൊക്കെയാണ് ഇത് മെയിനായിട്ട് ഗോതമ്പ് പാടങ്ങളാക്കി മാറ്റി. ശരിക്കും അത് പുൽമേടുകളായിരുന്നു, ഗ്രാസ് ലാൻഡുകളായിരുന്നു. കൊമേഴ്ഷ്യൽ മെക്കനൈസ്ഡ് ഗ്രെയിൻ ഫാമിംഗ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ ഇൻ ദിസ് റീജിയൻ. അപ്പോൾ പകരം ഇവരെന്താ ചെയ്തത്? ഇവിടെ കൊമേഴ്ഷ്യൽ മെക്കനൈസ്ഡ് ഗ്രെയിൻ ഫാമിംഗ് തുടങ്ങി.
അതായത് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വലിയ കൊയ്ത്ത് യന്ത്രങ്ങളും ഈ വിത്തിടുന്ന യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് മെക്കനൈസ്ഡ് ആയിട്ട് വലിയ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഗ്രെയിൻ ഫാമിംഗ് നടത്തി. അതായത് ഈ ഗോതമ്പ് പോലുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി, ഗോതമ്പ്, കോൺ, ബാർലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവർക്ക് മെയിനായിട്ട് എന്തിനാണ് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൊമേഴ്ഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർ കൊമേഴ്ഷ്യലായിട്ട് അനിമൽ ഹസ്ബൻഡറിയും തുടങ്ങി. ഈ ഇത്രയും കിടക്കുന്ന ഭൂമിയല്ലേ, അവിടെ അനിമൽ ഹസ്ബൻഡറിയും തുടങ്ങി. അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ട് ആ മൃഗങ്ങളുടെ ഫാമുകൾ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണിത്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പാല് കിട്ടും. ഈ പാല് എന്താ പറയുക, പാല് കൊണ്ട് പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, പാല് പല സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിൻ്റെ തുകൽ സ്കിന്നെടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ മക്ഡൊണാൾഡ്സ് പോലത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് ദിവസവും എത്രയോ പോത്തുകളെയും അതുപോലെ തന്നെ കോഴികളെയും ഒക്കെ ആവശ്യമുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അത്രത്തോളം എന്താ പറയുക, ഈ മാംസം, ഇറച്ചി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടങ്ങളിലാണ് ഇവർ ഇതിനെ വലിയ ഫാമുകൾ ഉണ്ടാക്കിയുള്ളത്. അപ്പം ഡെയിലി ഈ ഇറച്ചി ആവശ്യമുണ്ട്, അതിലേക്ക് കയറ്റുമതി ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇവർ ഇങ്ങനെ ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ മെക്കനൈസ്ഡ് ഗ്രെയിൻ ഫാമിംഗ് ആയിട്ടും അനിമൽ ഹസ്ബൻഡറിക്കും വേണ്ടിയിട്ട് ഇതെല്ലാം ഓരോ ദിവസം കഴിയുന്തോറും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. The flora and fauna and the life of the people of each region are formed according to the climatic characteristics. However, as part of the technological progress achieved over time, humans are changing the natural features of many areas. ഇവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്, സസ്യജന്തുജാലങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ സവിശേഷതകൾക്ക് ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്തു വന്നതായിരുന്നു. അതിനനുസരിച്ചായിരുന്നു അവിടുത്തെ ആളുകളുടെ ജീവിതവും ലൈഫ് ഓഫ് ദ പീപ്പിളും. എന്നാൽ ഇവിടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, വലിയ വലിയ യന്ത്രങ്ങൾ വന്നതോട് കൂടിയിട്ട് ആ ടെക്നോളജിക്കൽ പ്രോഗ്രസ് മനുഷ്യൻ അച്ചീവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, മനുഷ്യൻ നേടിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ നാച്ചുറൽ ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഏരിയകൾ മനുഷ്യൻ എന്താക്കി മാറ്റി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃഷിഭൂമികളൊക്കെ ആക്കി മാറ്റി അനിമൽ ഹസ്ബൻഡറിക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ഈ ടെക്നോളജി വന്നതാണ് എന്ത് ചെയ്തത്, ഇത്തരത്തിൽ ഈ ഭൂമിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണമായതെന്നാണ് പറയുന്നത്. Don't you see that the temperate grasslands, which were once natural grazing lands, have been now converted into areas of agriculture and animal husbandry practiced widely on industrial basis? അതായത് ഇന്ന് ഇൻഡസ്ട്രിയൽ ബേസിസിലാണ്, അതായത് ഈ വലിയ വലിയ കമ്പനികൾ, വ്യവസായശാലകൾ, ഇൻഡസ്ട്രികൾ ഫാക്ടറികൾ തുടങ്ങിയിട്ട് അനിമൽ ഹസ്ബൻഡറിക്ക് വേണ്ടിയിട്ടും അഗ്രികൾച്ചറൽ കാര്യത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ നാച്ചുറൽ ഗ്രേസിംഗ് ലാൻഡ്സിനെ, സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ മേച്ചിൽപ്പുറങ്ങളെ, കന്നുകാലികൾ മേഞ്ഞു നടന്നിരുന്ന ഈ സ്ഥലങ്ങളെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഈ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. എഫേർട്സ് ടു യൂട്ടിലൈസ് ഓൾ പോസിബിൾ ഏരിയാസ് ഓഫ് ദ വേൾഡ് വിൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് ദർ ഈസ് എവർ ഇൻക്രീസിങ് പോപ്പുലേഷൻ ആൻഡ് ഹ്യൂമൻ നീഡ്സ്. നമുക്കറിയാം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എഫേർട്സ് ടു യൂട്ടിലൈസ് ഓൾ പോസിബിൾ ഏരിയാസ് ഓഫ് ദ വേൾഡ് വിൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് ദർ ഈസ് എവർ ഇൻക്രീസിങ് പോപ്പുലേഷൻ ആൻഡ് ഹ്യൂമൻ നീഡ്സ്. അതായത് ഈ ഭൂമിയിലുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്ന സ്ഥലങ്ങളുമൊക്കെ മനുഷ്യർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ ഗ്രാസ് ലാൻഡുകൾ ഒക്കെ പിടിച്ചിട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അഗ്രികൾച്ചറൽ ലാൻഡുകളായിട്ട് വലിയ വലിയ കമ്പനികൾ, മെക്കനൈസ്ഡ് വലിയ വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ്, നോക്കൂ, പ്രയറി അറിയപ്പെടുന്നത് ദ ഗ്രാനറി ഓഫ് ദ വേൾഡ് ആണ്. പ്രയറി എന്താണ്, നമ്മുടെ നോർത്ത് അമേരിക്കയിലെ ഈ ഭാഗത്തെ എന്താണ്, നോർത്ത് അമേരിക്കയിലുള്ള നമ്മുടെ USA, കാനഡയ്ക്ക് ഉൾപ്പെടുന്ന ഈ നോർത്ത് അമേരിക്കയിലുള്ള എന്താണ് ഒരു ഗ്രാസ് ലാൻഡാണ്. ഈ ഗ്രാസ് ലാൻഡ് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ദ ഗ്രാനറി ഓഫ് ദ വേൾഡ് എന്നാണ്. ലോകത്തിൻ്റെ ഗ്രാനറി, ധാന്യപ്പുര, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന, നമുക്ക് ഫുഡ് ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം ആയി മാറിയിരിക്കുന്നു. അങ്ങനെ അത് ഗ്രാനറി ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചിത്രം നോക്കൂ, ഇതൊക്കെ ഒരിക്കൽ പുൽമേടുകളായിരുന്നു, ഇപ്പോൾ ഇത് കൃഷിഭൂമി, ഗോതമ്പ് പാടങ്ങളായി മാറി. ഇവിടെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ നോക്കൂ, ഇവിടെ മനുഷ്യരല്ല, ഈ കമ്പനികൾ വളരെ സ്റ്റൈലായിട്ട് കണ്ടില്ലേ ഇതിങ്ങനെ കൊയ്തെടുത്തിരിക്കുകയാണ്.
അപ്പോൾ ഇത്ര ബൾക്കായിട്ടാണ് ചെയ്യുക. ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക ആർ ഓഫൺ റെഫേർഡ് ടു ആസ് ദ വേൾഡ്സ് ഗ്രാനറി. ലോകത്തിൻ്റെ ഗ്രാനറി എന്നറിയപ്പെടുന്ന ഈ പ്രയറി ഇതൊരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആയിരുന്നു. നിയർലി 2 million acres ഓഫ് ദിസ് വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് സ്പ്രെഡ് അക്രോസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ ആർ അണ്ടർ കൊമേഴ്ഷ്യൽ ഗ്രെയിൻ കൾട്ടിവേഷൻ ടുഡേ. അതായത് ഏകദേശം 2 million ഏക്കർ വളരെ വലിയ വിശാലമായ ഗ്രാസ് ലാൻഡ് ആയിരുന്നു ഇത്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അമേരിക്കയിലും കാനഡയിലുമായിട്ട് വ്യാപിച്ചു കിടന്നിരുന്നു. ഇതിപ്പോൾ എന്താണ്, ആർ അണ്ടർ കൊമേഴ്ഷ്യൽ ഗ്രെയിൻ കൾട്ടിവേഷനായി മാറിയിട്ടുണ്ട്. ഇതിന്ന് വലിയ തോതിൽ അതെന്താണ്, ഈ ഗ്രാസ് ലാൻഡിനെ മാറ്റിയിട്ട് കൊമേഴ്ഷ്യൽ ഗ്രെയിൻസുകൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. വീറ്റ് ഈസ് ദ മെയിൻ ക്രോപ്പ്. ഏറ്റവും കൂടുതൽ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് വീറ്റാണ്. നിങ്ങൾക്കറിയോ, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് 1947 എന്നിട്ട് കുറേ വർഷങ്ങൾ ഇന്ത്യക്ക് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല, ആവശ്യത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാനഡയിൽ നിന്നും US നിന്നൊക്കെ ആയിരുന്നു നമ്മൾ വീറ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ലോകത്തിലേക്ക് മുഴുവൻ ഈ വീറ്റ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. കാര്യം ഇവർ ഈ ഭൂമിയെ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല പൈസ കിട്ടും. മോഡറേറ്റ് ടെമ്പറേച്ചർ, റെയിൻഫോൾ അവൈലബിലിറ്റി ആൻഡ് ഫെർട്ടൈൽ സോയിൽ മേക്ക് ദിസ് റീജിയൻ ഹൈലി സൂട്ടബിൾ ഫോർ വീറ്റ് കൾട്ടിവേഷൻ. അതായത് ഈ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ടെമ്പറേച്ചറാണ് വേണ്ടത്. വലിയ ചൂട് പാടില്ല, എന്നാൽ വലിയ തണുപ്പിലേക്കും പോകാൻ പാടില്ല. ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ, ഒരു 10 ഡിഗ്രി ടു ഒരു 15 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് മാക്സിമം ഇതിൻ്റെ ടെമ്പറേച്ചർ വരാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ നിൽക്കണം. അതിൻ്റെ താഴോട്ടേക്കും പോകാൻ പാടില്ല, അതിൻ്റെ മേലോട്ടേക്കും പോകാൻ പാടില്ല. പിന്നെ റെയിൻഫോൾ അവൈലബിലിറ്റി, കുറച്ച് മഴയും വേണം. തീരെ മഴ ഇല്ലാതിരിക്കാനും പാടില്ല, കൂടുതൽ മഴയാവാനും പാടില്ല. പിന്നെ ഫെർട്ടൈൽ സോയിലും വേണം. അങ്ങനെയാണ് വീറ്റ്, ഗോതമ്പ് കൃഷി ചെയ്യുക. അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഇല്ല. കേരളത്തിൽ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? കേരളത്തിൽ നല്ല ടെമ്പറേച്ചറുമാണ്. അതായത് വീറ്റിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ട്. വീറ്റിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ റെയിൻഫോളും കേരളത്തിലുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ഏൺഡ് ദ പ്രയറീസ് ദ ടൈറ്റിൽ ഓഫ് ദ വേൾഡ്സ് ഗ്രാനറി. അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നതുകൊണ്ട്, വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ പ്രയറി അറിയപ്പെടുന്നത് എന്താണ്? വേൾഡ്സ് ഗ്രാനറി എന്ന പേരിലാണ്, ലോകത്തിൻ്റെ ധാന്യപുര എന്ന പേരിലാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് ഡിസ്കസ് ചെയ്യാം.